ഹായ് ഓൾ, വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. ഞാൻ ആര്യ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേറ്റഡ് കാറ്റഗറി 2 പാർട്ട് 1 സൈക്കോളജിയുടെ ഭാഗമാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് എന്ന് പറയുന്ന സി ആണ്. അപ്പോൾ പെഡഗോജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ആൻസറിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം. എങ്കിലും മാക്സിമം എറർ ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഗണിതപരമായ മെച്ചപ്പെട്ട കഴിവുള്ളതിനാൽ ശാസ്ത്ര വിഷയങ്ങളിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കുട്ടിയുമായി ബന്ധപ്പെടുത്താവുന്നത് ഡാഷ്. നിമോണിക്സ്, പോസിറ്റീവ് ട്രാൻസ്ഫർ, റീസണിങ്, യുക്തിഗണിത ബുദ്ധി. അപ്പൊ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, പോസിറ്റീവ് ട്രാൻസ്ഫർ. അപ്പൊ ഒന്നിന്റെ ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഒരു അധ്യാപകൻ എല്ലാ വിദ്യാർത്ഥികളും ദൈനംദിന പഠന കാര്യങ്ങൾ വിലയിരുത്തി ഒരു ഡയറിയിൽ രേഖപ്പെടുത്താൻ നിഷ്കർഷിക്കുന്നു. ഇവിടെ അധ്യാപകൻ ഉപയോഗപ്പെടുത്തുന്ന രീതി ഏതാണ്? മെറ്റാകോഗ്നിഷൻ, പ്രശ്ന പരിഹരണം, ജ്ഞാനനിർമ്മിതി പഠനം, അന്വേഷണാത്മക പഠനം. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി, ജ്ഞാനനിർമ്മിതി പഠനമാണ് ഉത്തരമായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3: വ്യക്തിത്വ വികാസത്തിൽ സൈക്കോ ഡൈനാമിക് ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തം അറിയപ്പെടുന്നത്? എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം, ഫ്രോയിഡിന്റെ സൈക്കോ അനലറ്റിക് സിദ്ധാന്തം, പിയാഷെയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം, കോൾബർഗിന്റെ സാൻമാർഗിക വികാസ സിദ്ധാന്തം. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ, എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം. മൂന്നിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4: ചേരുംപടി ചേർക്കുക. ജീൻ പിയാഷെ സ്കഫോൾഡിംഗ്, ജെറോമസ് ബ്രൂണർ എക്സ്പോസിറ്ററി ടീച്ചിങ്, ലേ വൈഗോട്സ്കി സന്തുലനം, ഡേവിഡ് ഓസ്ബൽ ആഗമന രീതി. അതുകൂടാതെ ലൈഫ് സ്പേസ് എന്ന് ഒരു ഓപ്ഷനും കൂടി തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത്? നമുക്ക് വേഗം എത്താനായിട്ട് പറ്റും അല്ലെ? വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിയാഷെ ഏതാണ് വരുന്നത്? സന്തുലനമാണ് വരുന്നത്. ബ്രൂണർ ആണെങ്കിലോ ഏത് വരും? ആഗമന രീതി. വൈഗോട്സ്കി സ്കഫോൾഡിങ്ങും, ഓസ്ബൽ ഏത് വരും? എക്സ്പോസിറ്ററി ടീച്ചിങ്ങും. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5: 8ാം ക്ലാസ്സിലെ ഗണിത പരീക്ഷയിൽ തോൽവി സംഭവിച്ച രാമു തന്റെ പരാജയ കാരണം അധ്യാപകൻ നന്നായി പാഠഭാഗങ്ങൾ പഠിപ്പിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നു. രാമു ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന സമായോജന തന്ത്രം ഏത്? അപ്പൊ നമ്മൾ ഡിഫൻസ് മെക്കാനിസം ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏത് തന്ത്രമാണ് രാമു പ്രയോജനപ്പെടുത്തുന്നത്? യുക്തീകരണം, പ്രക്ഷേപണം, ഉദാത്തീകരണം, താതാത്മീകരണം. ഏതാണ് ഉദാത്തീകരണം? പ്രൊജക്ഷൻ. മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെ? എന്റെ കുറ്റം കൊണ്ടല്ല, മറ്റൊരാളുടെ കുറ്റം കൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത് എന്നുള്ള രീതിയിൽ വരുന്നത് ഏതാണ്? പ്രക്ഷേപണമാണ്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6: ഏത് ദിവസമാണ് അന്തർദേശീയ ഭിന്നശേഷി ദിനമായി ആഘോഷിക്കുന്നത്? അന്തർദേശീയ ഭിന്നശേഷി ദിനമായിട്ട് ആഘോഷിക്കുന്ന ദിവസം ഏതാണ്? സെപ്റ്റംബർ 5, നവംബർ 11, ഡിസംബർ 3, ഡിസംബർ 10. ഏതാണ്? ഡിസംബർ 3 ആണ് ഇന്റർനാഷണൽ ഹാൻഡിക്യാപ്ഡ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 7: ഒരു കുട്ടിക്ക് അവന്റെ ജോഗ്രഫി അധ്യാപകനെ വളരെ ഇഷ്ടമാണ്. അവൻ ജോഗ്രഫി പഠിക്കുന്നതിന് കൂടുതൽ സമയം കണ്ടെത്തുകയും നല്ല മാർക്ക് വാങ്ങുകയും ചെയ്യുന്നു. പഠനത്തിന്റെ ഏത് നിയമമാണ് ഇവിടെ ബാധകമായിട്ടുള്ളത്? അസോസിയേഷൻ നിയമം, സന്നദ്ധതാ നിയമം, സാമാന്യവൽക്കരണ നിയമം, ഫലപ്രാപ്തി നിയമം. ഏത് നിയമമാണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഫലപ്രാപ്തി നിയമമാണ്. അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8: റിഫ്ലക്റ്റീവ് നിരീക്ഷണം, ആബ്സ്ട്രാക്ട് കോൺസെപ്ഷ്യലൈസേഷൻ എന്നീ പദങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? അപ്പൊ ഏതൊക്കെയാണ്? റിഫ്ലക്റ്റീവ് നിരീക്ഷണം, അതേപോലെ തന്നെ ആബ്സ്ട്രാക്ട് കോൺസെപ്ച്വലൈസേഷൻ. ഇത് ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡേവിഡ് കോൾബർ, ആൽബർട്ട് ബന്ദൂര, ഡാനിയൽ ഗോൾമാൻ, ഹൊവാർഡ് ഗാർഡ്നർ. ആരാണ്? ഓപ്ഷൻ എ, ഡേവിഡ് കോൾബർഗ് ആണ്. ഓക്കെ, കോൾബ് എന്നേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഡേവിഡ് കോൾബ് ആണ് കേട്ടോ. ഡേവിഡ് കോൾബ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 9ാമത്തെ ചോദ്യം: വ്യത്യസ്ത തരം വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ് മുറിയിൽ എല്ലാവരുടെയും പഠന ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി അനുവർത്തിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ ബോധന രീതി എന്താണ്? വ്യക്തിരീത ബോധനം, പ്രോഗ്രാംഡ് ബോധനം, ക്രിയാത്മക ബോധനം, അധ്യാപക കേന്ദ്രീകൃത ബോധനം. അപ്പൊ 4 തരം ബോധനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലെ? ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ആണ് അല്ലെ? ഡിഫറൻഷിയേറ്റഡ് ബോധനമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ്. 10ാമത്തെ ചോദ്യം: ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഒരു പഠന വൈകല്യമായി കണക്കാക്കാവുന്നത്? ഏതാണ്? എളുപ്പത്തിൽ ക്ഷീണിതനാവുകയും ഏൽപ്പിച്ച കാര്യങ്ങൾ പാതി വഴിയിൽ നിർത്തുകയും ചെയ്യുന്നത്, IQ 110 കിട്ടിയിട്ടും വായന
വായനയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് തന്നേക്കാൾ താഴ്ന്ന പ്രായക്കാരുമായി കളിക്കാൻ താല്പര്യപ്പെടുകയും സ്കൂൾ പാഠ്യപദ്ധതിയുടെ എല്ലാ മേഖലകളിലും താഴ്ന്ന നിലവാരം വെളിപ്പെടുത്തുന്നത് ക്ലാസ്സിൽ എന്തിനെങ്കിലും വിളിക്കുമ്പോൾ വിക്ക് അനുഭവപ്പെടുന്നു. അപ്പൊ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ. IQ 110 കിട്ടിയിട്ടും വായനയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പഠന വൈകല്യമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രതീഷ് പഠനകാര്യങ്ങളിൽ അസാമാന്യ വൈഭവം പ്രകടമാക്കുന്നു. താഴെ പറയുന്നവയിൽ അവന്റെ ഉന്നതമായ വികാസത്തിന് ഏറ്റവും അനുയോജ്യമായ മാർഗം ഏത്? നേരിട്ടുള്ള ബോധനം, സ്വയം പഠനം, ശാക്തീകരണ പ്രവർത്തനങ്ങൾ, സഹപാഠി പരിശീലനം. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി, ശാക്തീകരണ പ്രവർത്തനങ്ങൾ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 12, അരുന്ധതി തന്റെ സഹപാഠികളെയും കൂട്ടുകാരെയും എല്ലാ രീതിയിലും സംരക്ഷിക്കുകയും അവരുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നു. അവളിൽ കാണുന്ന പ്രത്യേക കഴിവ് ഏത്? സാമൂഹിക നിയന്ത്രണം, സാമൂഹിക പിന്തള്ളൽ, സാമൂഹിക പങ്കാളിത്തം, സാമൂഹിക ബുദ്ധി. അപ്പൊ എല്ലാവരെയും ചേർത്ത് നിർത്തണമെങ്കിൽ എന്താണ്? സോഷ്യൽ ഇന്റലിജൻസ് ആണ് അല്ലെ, സാമൂഹിക ബുദ്ധിയാണ് അവിടെ കാണുന്നത്. അപ്പം 12ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13, പഠിപ്പിക്കാനുള്ള ഒരു പാഠഭാഗം ഒരു കഥയുടെ രൂപത്തിൽ ആമുഖമായി വാച്യ രൂപത്തിൽ ആഖ്യാനം ചെയ്യുന്നതിനെ വിശദീകരിക്കാവുന്നതാണ്. അതങ്ങനെ അതിനെന്ത് പറയും? അഡ്വാൻസ് ഓർഗനൈസർ, ആഗമന രീതി, ആന്തരിക പ്രേരണ, അന്വേഷണ പരിശീലനം. എന്താണ് ഉത്തരവായിട്ട് വരുന്നത്? ഓപ്ഷൻ എ, അഡ്വാൻസ്ഡ് ഓർഗനൈസർ. ഓക്കെ. 13ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ എ. 14, മുൻകൂട്ടി നിശ്ചയിച്ച പ്രകടന മാനദണ്ഡം അടിസ്ഥാനമാക്കിയുള്ള വിദ്യാർത്ഥികളുടെ ഗ്രേഡിംഗ് സമ്പ്രദായം അറിയപ്പെടുന്നു. അപ്പൊ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. റിലേറ്റീവ് ഗ്രേഡിംഗ്, അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, ആബ്സ്ട്രാക്ട് ഗ്രേഡിംഗ്, പ്രകടന നിദാനം. ഏതാണ് വരുന്നത്? റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. മുൻകൂട്ടി തീരുമാനിച്ചിട്ട് ഗ്രേഡിംഗ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് കുറച്ച് കുറെ കാര്യങ്ങൾ, കുറെ ക്രൈറ്റീരിയാസ് വെച്ചിട്ട് ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. 15ാമത്തെ ചോദ്യം, രോഹന് തന്റെ ശക്തിയെയും പരിമിതികളെയും മനസ്സിലാക്കാൻ നല്ല കഴിവുണ്ട്. അവനിൽ പ്രകടമായിട്ടുള്ളത് വൈകാരിക ബുദ്ധി, വൈയക്താന്തരിക ബുദ്ധി, യുക്തിഗണിത ബുദ്ധി, വ്യക്തിയാന്തരിക ബുദ്ധി. ഏതാണ് രോഹനിൽ കാണാൻ പറ്റുന്നത്? വൈയക്താന്തരിക ബുദ്ധി. ഓപ്ഷൻ ബി ആണ്. 15ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം ഓപ്ഷൻ ബി. അടുത്തത് 16, ഇന്ത്യയിലെ ചില വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. RT ആക്ട്, PWD ആക്ട്, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, പ്രോഗ്രാം ഓഫ് ആക്ഷൻ. നടപ്പിലാക്കിയ വർഷത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആരോഹണ ക്രമം തിരിച്ചറിയുക. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ഞാൻ മാർക്ക് ചെയ്യാഞ്ഞത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 17, ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാൾ തന്റെ കൂട്ടുകാരോട് ചർച്ച ചെയ്ത് പഠനം രസകരമാക്കാനും പഠന നിലവാരം മെച്ചപ്പെടുത്താനും 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മീനുവിന് സാധിക്കുന്നു. അവൾക്ക് ഏറ്റവും അനുയോജ്യമായ ബോധന രീതി ഏത്? റിഫ്ലക്റ്റീവ് പഠനം, ആങ്കേർഡ് ബോധനം, ഗൈഡഡ് അന്വേഷണം, സഹവർത്തിത പഠനം. ഏതാണ് വരുന്നത്? 17ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സഹവർത്തിത പഠനമാണ് ഉത്തരമായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 18, ഒരു വ്യക്തിയുടെ സ്വത്വവും അവന്റെ മാനസിക പരിസരവും ചേർന്നതിനെ അറിയപ്പെടുന്നത് ലൈഫ് സ്പേസ്, സ്വത്വബോധം, വ്യക്തിത്വം, വൈജ്ഞാനിക മണ്ഡലം. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി, സ്വത്വബോധമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസ് ലീഡർമാരെ തിരഞ്ഞെടുക്കുന്ന വേളയിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്ക് പരിഗണന കൊടുക്കുന്നു. ഇതിനെ അറിയപ്പെടുന്നത് ലിംഗ സ്റ്റീരിയോടൈപ്പ്, ലിംഗ നിഷ്പക്ഷത, ലിംഗ പദവി, ലിംഗ വിവേചനം. എന്താണ് ഉത്തരവായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ലിംഗ വിവേചനമാണ്, ഡിസ്ക്രിമിനേഷൻ ആണ് അവിടെ വരുന്നത് അല്ലെ. ആൺകുട്ടികൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നു. അപ്പൊ അവിടെ എന്താണ്? ലിംഗ വിവേചനമാണ് ഉത്തരമായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 20, കുട്ടികളിലെ പഠന വിഷമതകളെ തിരിച്ചറിയാൻ ഉപയോഗപ്പെടുത്തുന്ന പരിശോധകം താഴെ പറയുന്നവയിൽ ഏതാണ്? അച്ചീവ്മെന്റ് ടെസ്റ്റ്, നിദാന ശോധകം, പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്, ബുദ്ധിശോധകം. ഏതാണ് വരുന്നത്? കുട്ടികളുടെ പഠന വിഷമതകൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഏത് ടെസ്റ്റ് ആണ്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് അല്ലെ. നിദാന ശോധകമാണ്. 20ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 21, താഴെ പറയുന്നവരിൽ ജസ്റ്റാൾ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്ര വിചക്ഷണനാണ്? കാർട്ട് കാഫെ, വുഡ്ഗാഫ് കോളർ, മാക്സ് വെർത്തീമർ, മുകളിൽ പറഞ്ഞവര് എല്ലാം. അപ്പൊ ആരാണ് ഇതിൽ ഉത്തരവായിട്ട് വരുന്നത്?
ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലെ. മുകൾ പറഞ്ഞവരല്ല, ഇവരെല്ലാവരും എന്താണ് ജസ്റ്റാർട്ട് സൈക്കോളജിയുമായിട്ട് കോഫ്ക, കോളർ, വെർത്തീമർ ഇവരെല്ലാം എന്താണ് ജസ്റ്റാർട്ട് സൈക്കോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളാണ്. ഓക്കെ, ഇപ്പൊ 21ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത 22. സർഗാത്മകതയെ സംബന്ധിച്ച് 2 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സർഗാത്മകത പഠനത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പെരുമാറ്റ രീതി മാത്രമാണ്. സർഗാത്മകതയും ബുദ്ധിയും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ശരി ഉത്തരം തെരഞ്ഞെടുക്കും. അപ്പൊ ഇതിൽ നിന്ന് ഏതാണ് ശരിയായിട്ടുള്ളത്? 2 പ്രസ്താവനകളും തെറ്റാണ്. അപ്പൊ സർഗാത്മകതയെ സംബന്ധിച്ച് പറഞ്ഞ 2 പ്രസ്താവനകളും എന്താണ്? തെറ്റാണ്. 22ാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത 23. ഒരു അധ്യാപകൻ ഒരു അധ്യാപന സാമഗ്രിയുടെ ഫലപ്രാപ്തി കുട്ടികളുടെ ശ്രദ്ധാശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായി അവലംബിക്കുന്ന ഏറ്റവും അനുയോജ്യമായ മാർഗം താഴെ പറയുന്നവയിൽ ഏതാണ്? സർവേ, കേസ് പഠനം, പരീക്ഷണം, പരസ്പര ബന്ധ ഗവേഷണം. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി കേസ് പഠനമാണ് അല്ലെ. 23ാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം ഓപ്ഷൻ ബി കേസ് സ്റ്റഡിയാണ്. അടുത്ത 24ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി ബന്ധപ്പെട്ടത് അല്ലാത്തത് ഏത്? അപ്പൊ അവരുമായിട്ട് റിലേഷൻ ഇല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. RTE ആക്ട്, PWD ആക്ട്, RTI ആക്ട്, RCI ആക്ട്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്, RTI ആക്ട് ആണ്. ബാക്കി എല്ലാം എന്താണ്? ഭിന്നശേഷിക്കാരുമായിട്ടുള്ള കുട്ടികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ്. അതിൽ ഓപ്ഷൻ സി RTI ആക്ട് ആണ് അതുമായിട്ട് ബന്ധമില്ലാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശാരീരികമായ അനാരോഗ്യ കാരണങ്ങളാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൂർണിമ തന്റെ സഹപാഠികളെക്കാൾ പഠന കാര്യങ്ങളിലും സാമൂഹ്യപരമായ പ്രവർത്തനങ്ങളിലും മോശം പ്രകടനം കാഴ്ചവെക്കുന്നു. ഇവിടെ അവലംബിക്കാവുന്ന വികസന തത്വം ഏതാണ്? വ്യക്തിവ്യത്യാസ തത്വം, തുടർച്ചാ തത്വം, പരസ്പര ബന്ധ തത്വം, ഉദ്ഗ്രഥിത തത്വം. ഏതാണ് ഇവിടെ വരുന്നത്? ഓപ്ഷൻ സി പരസ്പര ബന്ധ തത്വമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് കുട്ടിക്ക് എന്താണ്? അനാരോഗ്യമുണ്ട് അല്ലെ. അപ്പൊ അതുമായിട്ട് കുട്ടിയെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തത്വം എന്ന് പറയുന്നത് ഏതാണ്? പരസ്പര ബന്ധ തത്വമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 26. വിവിധ പാഠഭാഗങ്ങൾ പഠിക്കുവാനായി അക്ഷയ് ആശയം മാപ്പ് ഉപയോഗിക്കുന്നു. അവനെ വിശേഷിപ്പിക്കാവുന്നത് എന്താണ്? കൈനേസ്തെറ്റിക് പഠിതാവ്, ശ്രവണ പഠിതാവ്, ദൃശ്യ പഠിതാവ്, റിഫ്ലക്റ്റീവ് പഠിതാവ്. ഇതിൽ ഏതിലാണ് നമ്മൾ അക്ഷയ് ഏത് ഗ്രൂപ്പിലാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ സി ദൃശ്യ പഠിതാവ്. മാപ്പാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഇപ്പൊ എന്താണ്? ദൃശ്യ പഠിതാവാണ്. അപ്പൊ 26ാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 27. ഏറ്റവും ദൃഢബന്ധമുള്ള ഗ്രൂപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ്? സമൂഹം, ക്ലാസ് മുറി, കുടുംബം, സംഘടന. ഏതാണ്? ക്ലാസ് മുറിയാണ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേഗം ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. 27ന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ക്ലാസ് മുറി. ഇനി 28. കുട്ടികളുടെ ഭാഷാ വികസനത്തിന്റെ ശരിയായ ഘട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ബാബ്ലിംഗ്, പൂർവ്വ സംഭാഷണം, ഹോളോ ഫ്രേസിക്, ടെലിഗ്രാഫി. എന്ത് വരും? ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ആദ്യം വരുന്ന ഏതാണ്? പൂർവ്വ സംഭാഷണം, അതിനുശേഷം എന്താണ്? ബാബ്ലിംഗ് വരും, പിന്നീട് ഹോളോ ഫ്രേസിക്, ലാസ്റ്റ് ആണ് ടെലിഗ്രാഫിംഗ് വരുന്നത്. അപ്പം ഓപ്ഷൻ സി ആണ് 28ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ സി. 29. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത്? ആർട്ടിക്കിൾ 21A, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 35. അതും എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ആർട്ടിക്കിൾ 21A ആണ്. 29ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു കുട്ടിയുടെ പ്രത്യേക സാഹചര്യത്തിലുള്ള പെരുമാറ്റവും അധ്യാപകനുമായുള്ള ഇടപെടലുകളെയും നിരീക്ഷിച്ച് ഉണ്ടാക്കിയ ഒരു രേഖ അവന്റെ സ്വഭാവങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് അറിയപ്പെടുന്നത് ക്യുമുലേറ്റീവ് രേഖ, അനക്ഡോട്ടൽ രേഖ, പ്രകടന രേഖ, കേസ് ഷീറ്റ്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി അനക്ഡോട്ടൽ റെക്കോർഡാണ് അല്ലെ. അപ്പൊ 30ാം ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, അനക്ഡോട്ടൽ രേഖ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എഗെയിൻ ഞാൻ പറയുകയാണ്, ചിലപ്പോൾ ചില ആൻസേഴ്സിലൊക്കെ വ്യത്യാസങ്ങൾ വരാം. മാക്സിമം എന്താണ്, നമ്മൾ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് കണ്ടെത്തിയിരിക്കുന്നത് എങ്കിൽ പോലും പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന് ശേഷം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ അത് ആൻസർ കൂടി കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.